അനായാസം ലഭിക്കേണ്ട തൊടുപുഴ നഗരസഭാ ഭരണം തമ്മിലടിയാൽ നഷ്ടമായതിന് പിന്നാലെ ഇടുക്കിയിലെ UDF-ൽ പൊട്ടിത്തെറി. കാലങ്ങളായുള്ള കോൺഗ്രസ് ലീഗ് ബന്ധത്തിനാണ് തിങ്കളാഴ്ച നടന്ന നഗരസഭാ ചെയർമാൻ തിരഞ്ഞെടുപ്പോടെ വിള്ളൽ വീണത്. LDF-ൽ നിന്നും നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയുമായിരുന്ന സുവർണാവസരം കളഞ്ഞു കുളിച്ചതിനെതിരെ പ്രവർത്തകരിലും അമർഷം പുകയുന്നുണ്ട്. കയ്യിൽ കിട്ടിയ തൊടുപുഴ നഗരസഭാ ഭരണം നഷ്ടപ്പെടുത്തിയതോടെയാണ് UDF-ൽ പൊട്ടിത്തെറിയുണ്ടായത്. ഇതോടെ കോൺഗ്രസ്, മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി വരെയാകുന്ന നിലയിലെത്തി കാര്യങ്ങൾ. നഗരസഭയിലേക്ക് നടന്ന ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ ഇടത് വോട്ടുകൾ UDF പാളയത്തിലെത്തിക്കാനുള്ള ശ്രമം DCC നടത്തിയിരുന്നു. നേരത്തെ CPM നടത്തിയ അട്ടിമറി നീക്കത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകാനായിരുന്നു ഈ നീക്കം. എന്നാൽ മുന്നണി യോഗത്തിൽ ഇത് വിശദീകരിച്ചിട്ടും ലീഗ് വഴങ്ങിയില്ലെന്നാണ് കോൺഗ്രസ് ആരോപണം. കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയിൽ വരെയെത്തിയ നഗരസഭാ തിരഞ്ഞെടുപ്പ് UDF രാഷ്ട്രീയത്തിൽ തന്നെ അപൂർവമാണ്. സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം പറഞ്ഞു. എന്നാൽ അനുരഞ്ജന നീക്കവുമായി രണ്ടു പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വം പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. UDF പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അറിയിച്ചത്. KPCC അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും വിഷയം ധരിപ്പിച്ചുവെന്നാണ് DCC പ്രസിഡന്റ് പറയുന്നത്. ഇതിനിടെ PJ ജോസഫ് MLA-യും പ്രശ്നപരിഹാരത്തിനായി ഇടപെട്ടിരുന്നു. എന്നാൽ ഭരണം നഷ്ടമായ സാഹചര്യത്തിൽ PJ ജോസഫിനും തൊടുപുഴ നഗരസഭാ തിരഞ്ഞെടുപ്പ് തലവേദനയായി മാറും. LDF-ന് വോട്ട് ചെയ്ത് മുസ്ലിം ലീഗ് പേടിപ്പിക്കാൻ നോക്കേണ്ടെന്നാണ് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു തിരിച്ചടിച്ചത്. നഗരസഭയുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ജില്ലാ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. മുന്നണിയിൽ ഐക്യമില്ലാത്തതിന്റെ ഫലമാണെന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കത്തിൽ അമർഷത്തിലാണ്. എന്നാൽ കോൺഗ്രസ് വഞ്ചനയാണ് കാണിച്ചതെന്നും ലീഗിന്റെ സഹായത്തോടെ വിജയിച്ചവരാണ് ജില്ലയിലെ UDF-ലെ പല സംവിധാനമെന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കി. ഇതിനിടെ ഇത്തരം രാഷ്ട്രീയ പാപ്പരത്തം കാണിച്ചാൽ ഭാവിയിൽ മുന്നണിക്ക് ദോഷകരമായി ഭവിക്കുമെന്ന മുന്നറിയിപ്പുമായി കേരള കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.